എങ്ങനെ ആ ഒരു ഘട്ടത്തിലൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ വെല്ലുവിളി ഘട്ടത്തിൽ സിസ്റ്ററിന് എങ്ങനെ സിസ്റ്ററിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ പുഞ്ചിരിയാണ്. എങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കും? എനിക്ക് കിട്ടിയ വിമർശനങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതെന്റെ നേച്ചറാണത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു ഒരു കാലഘട്ടത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയത് ഒരു സഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാക്കി എന്നെ മാറ്റുവാനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് തീർച്ചയായും കർത്താവിന്റെ അത്ഭുതകരമായ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് എഴുതി തീർന്നോളം വരെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അതെന്താ എനിക്കത് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥനയായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഈശോ തന്നെ ഞാൻ തോന്നാറുണ്ട്. എനിക്ക് ഈശോ തരുന്ന ഒരു ഇൻസ്പിറേഷനാണ് തോന്നുന്നത്. ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെ ജയിക്കുക എന്നുള്ളതാണ്. ഐ ലൈക്ക് ടു ഡു. ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് തന്നാക്കുന്ന എല്ലാ കഴിവും മാക്സിമം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സിസ്റ്റർ കൈ തന്നു. എനിക്ക് സിസ്റ്ററിനെ ഞാൻ കണ്ടില്ല. ഹെലീന സിസ്റ്ററിനെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. ആദ്യമായിട്ട് ഞാൻ റെസ്പോൺസ് ചെയ്തപ്പോഴും പേരൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റാണെന്ന് നോക്കി എഴുതിയപ്പോഴും അത് ഞാൻ കാണാത്തൊരു സിസ്റ്ററിന് വേണ്ടി, എവിടെയോ താമസിക്കുന്ന സിസ്റ്ററിന് വേണ്ടി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചാരിതാർത്ഥ്യം തോന്നി. സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ശേഖരിച്ച് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പോലും ചില ഞാൻ കണ്ണു നിറഞ്ഞു. ശരിക്കും ഞാൻ എന്നെ അതിൽ വെച്ചപ്പം ശരിക്കും കണ്ണു നിറഞ്ഞായിരുന്നു. അപ്പൊ ഈശോ സിസ്റ്റർ കാണല്ലേ, ഹെലീന സിസ്റ്റർ ആരും കാണിക്കരുത് അങ്ങനെ ഞാനത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിൽ അത് ഏറ്റെടുത്തിട്ടില്ല. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തീർച്ചയായും ലോകം മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു. തീർച്ചയായും രാവും പകലും ഞാൻ മാത്രമല്ല, കമ്മ്യൂണിറ്റിയുള്ള സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യനാഥന്റെ മുന്നിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നുന്നില്ല. അത്രയും ബോണ്ടായിട്ടാണ് നിൽക്കുന്നത് തമ്പുരാന്റെ മുന്നിൽ. ഞങ്ങൾ എല്ലാവരും രാത്രിയും ഞങ്ങൾക്ക് ഉറക്കം അങ്ങനെ ഇല്ല, ഉറക്കം വരുന്നില്ല. അതവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ ഒന്നും അല്ലാതായി മാറുക. സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചിത്രങ്ങളും ഒക്കെ വെച്ച് വളരെ മോശമായിട്ട് ആക്രമിക്കുന്നു. ഇവരോട് ക്ഷമിക്കാൻ സിസ്റ്ററിന് സാധിക്കും? നിലപാടുകളിൽ ധീരതയോടെ ക്രിസ്തുവിന്റെ ചങ്കായി സെന്റ് റീത്താസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീനയും സോഷ്യൽ മീഡിയയിലെ തീപ്പൊരി എഴുത്തുകാരി സിസ്റ്റർ സോണിയ കെ ചാക്കോയും മനസ്സ് തുറക്കുന്നു. ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഡിസംബർ 24 വൈകിട്ട് 6-നും ഡിസംബർ 25 രാവിലെ 9-നും നമ്മുടെ ഷെക്കീന ന്യൂസിൽ.